ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കുട്ടിക്കാനത്തിനടുത്ത് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് കേട്ടു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. നമ്മുടെ മിഥുൻ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ല, അവൻ കോഴിക്കോട് വരെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അവൻ കോട്ടയത്ത് വന്നിട്ടുണ്ട്. രാവിലെ അവിടുന്ന് പുറപ്പെട്ടെന്നാണ് പറഞ്ഞത്, കോട്ടയത്ത് നിന്ന് നമ്മുടെ ഇങ്ങോട്ട്. അപ്പം അവൻ കുട്ടിക്കാനത്ത് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാനത്തിനടുത്തൊരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു ചാർലി സിനിമയൊക്കെ കണ്ടവർക്കറിയാം ആ ഒരു വ്യൂ പോയിൻ്റ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി ആ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയായിട്ട് ലാൻഡ്രം എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ആ എസ്റ്റേറ്റിനുള്ളിലാണ് ഈ ഒരു കുളം വരുന്നത്. നമ്മുടെ ചാർലി സിനിമ കണ്ടവർക്കെല്ലാം ഈ ഒരു വ്യൂ പോയിൻ്റ് വളരെ സുപരിചിതമാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് അവിടെ നിന്നാൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പം മഞ്ഞുള്ള ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല കിടിലൻ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ പാമ്പനാർ പാലം എത്തിക്കഴിയുമ്പോൾ, പാമ്പനാർ പാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടത്തോട്ടൊരു വഴിയുണ്ട്. അവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ തന്നെ വലത്തോട്ട് ഫസ്റ്റ് ഒരു വഴി കാണും. അപ്പോൾ ആ വലത്തോട്ടുള്ള വഴി, ആദ്യത്തെ വഴിയെ നമ്മൾ നേരെ അങ്ങ് പോവുക. അപ്പം നമ്മളിതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുക. ഗൂഗിൾ മാപ്പ് ചതിക്കത്തൊന്നുമില്ല. ഞങ്ങളെ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഗൂഗിൾ മാപ്പ് എത്തിച്ചായിരുന്നു. വഴിയൊന്നും തെറ്റിച്ചൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയെ തന്നെ ഞങ്ങൾ പോയി കറക്റ്റ് ആ സ്പോട്ടിലെത്തി. അപ്പം ചില സമയത്ത് ഈ ഗൂഗിൾ മാപ്പ് ചതിക്കും, അത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കോട ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ കോടയിലായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കോടയായിരുന്നു അവിടെ വന്നത്. ഗൂഗിൾ മാപ്പ് ചതിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ പോകുന്ന വഴിക്ക് ആരോടെങ്കിലുമൊക്കെ വഴി ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഗൂഗിൾ മാപ്പൊക്കെ റേഞ്ച് ഇല്ലെങ്കിൽ ചിലപ്പം വർക്കായെന്ന് വരില്ല. എല്ലാ സിമ്മിനും ഇപ്പോൾ അവിടെ റേഞ്ച് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ചോദിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് വഴി തെറ്റാതെ കറക്റ്റ് ആ വ്യൂ പോയിൻ്റിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ഈ ഒരു വഴിയുടെ അപ്പുറം ഇപ്പുറം തേയിലത്തോട്ടങ്ങൾ. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ കുളം വരുന്നത്. അപ്പം ആ കുളവും പിന്നെ ഈ തേയിലത്തോട്ടങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു മലനിരകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പം നമ്മൾ പ്രധാന വ്യൂ പോയിൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ മഞ്ഞിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു ഇവിടെ. പിന്നെ ആ കുളത്തിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാർ ഈ കുളം കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാർലി സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഈ ഒരു വ്യൂ പോയിൻറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ഒരു വ്യൂ പോയിൻ്റ് വന്നിരിക്കണം. അതുപോലെ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് സമ്മാനിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു 2 പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്താൻ തുടങ്ങി. പെട്ടെന്ന് കണ്ടാൽ കുറച്ച് വെള്ളമേ ഉള്ളൂ എന്ന് തോന്നും, എന്നാലും നല്ല ആഴമൊക്കെ ഉള്ളൊരു കുളം തന്നെയാണിത്. അപ്പം നമ്മളിതിൻ്റെ അകത്ത് ചാടാനൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് റിസ്കി സ്ഥലമാണ്. നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ കയറുക. സോ ഇവിടെ നോക്കിയാൽ അറിയാം, നല്ല മനോഹരമായ വ്യൂ ആണ്. ചാർലി സിനിമയ്ക്കകത്ത് എൻ്റെ അടുത്ത് നെടുമുടി വേണുമായിട്ടുള്ളൊരു സീൻ ഇവിടെയാണ് ആക്ച്വലി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ്. സോ ഓഫ് റോഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും. ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. സോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ വഴി ട്രാവൽ ചെയ്ത് വരുമ്പോൾ. പക്ഷേ ഇവിടെ നിന്നാൽ നേരെയുള്ള നിങ്ങൾ വ്യൂ കണ്ടാൽ തന്നെ അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ചുറ്റുവട്ടം എല്ലാം തേയിലത്തോട്ടവും നല്ല പച്ചപ്പ് ഹരിതാപകരവുമായിട്ട് നിൽക്കുന്ന വളരെ മനോഹരമായ സമയം. അതുപോലെ തന്നെ ഈ ഒരു പൂ പൂക്കുന്ന സമയം, ഇപ്പം പൂ കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കിവിടെ നോക്കി അറിയാം, താഴെയൊക്കെ ഒരുപാട് പൂ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പൂവാവുന്ന സമയം ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ വരുവാണെങ്കിൽ കുറച്ചും കൂടെ വളരെ സുന്ദരമായിരിക്കും. സോ ഇവിടെ ഈ ലേക്ക് ഒരു തടാകം, അതിന് ചുറ്റും കുറേ മരങ്ങൾ, പിന്നെ തൊട്ടടുത്ത് നല്ല മനോഹരമായ വീട് കാര്യങ്ങൾ എല്ലാം കൊണ്ടും തന്നെ വളരെ
സൂപ്പറായിട്ട് ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. താഴേക്കൊക്കെ ഉള്ള വ്യൂ നിങ്ങളെ കാണിച്ചു തരാവുന്നതാണ്. ഇവിടുത്തെ പ്രധാന വ്യൂ എന്ന് പറഞ്ഞാൽ ആ മരക്കൂട്ടങ്ങൾ തന്നെയാണ്. ആ മരക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. നല്ല ഫോട്ടോസ് നമുക്ക് ലഭിക്കും ആ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു തേയിലത്തോട്ടവും പിന്നെ ഈ വെള്ളവും ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ മഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ അപ്പുറയും ഇപ്പുറയും എല്ലാം വെള്ളം കെട്ടി കിടക്കുന്നതാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വെള്ളം ശരിക്കും പൊങ്ങും എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. ഇവിടുത്തെ ആ മഞ്ഞും പിന്നെ ഈ ഒരു വിഷ്വലും എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നത്തില്ല, അതുപോലെ നല്ല അടിപൊളി വ്യൂ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. ആക്ച്വലി ഈ സ്ഥലം അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് നാൾ പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരുപാട് ശല്യങ്ങളൊന്നുമില്ല, വളരെ പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം. അപ്പോൾ മഴയെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. തടാകമുണ്ട്, ലേക്കുണ്ട്, നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഇത്. ചാർലി വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയും, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കാണാം. അപ്പം ഞങ്ങൾ ഈ പോയ വഴി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഒരു പാട്ട് പാടാം, കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ രകടമ്പ് പൂക്കുന്നു. അങ്ങനെ ഫുള്ള് മഞ്ഞായിരിക്കുകയാണ് ഇവിടെ. അപ്പം മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി പിന്നെ ആ ഒരു മരക്കൂട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് വേറെ ലെവലായി മാറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലുള്ള ദൃശ്യവിസ്മയങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണണം. ചില ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഈ ഒരു വ്യൂ പോയിൻ്റിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ഒഴിവാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. തണുത്ത് വിറച്ച് നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. നല്ല കോടയാണ് ഇവിടെ. അപ്പം ഈ തേയിലത്തോട്ടങ്ങളുടെ ഇവിടേക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അവിടെയാണ് മെയിൻ പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ ബ്യൂട്ടി. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്, നൈസാണ്. വരിക, എക്സ്പ്ലോർ ചെയ്യുക, പോവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചാർലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. എല്ലാവർക്കും ബൈ.